എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം. ഞാൻ ആരാണെന്ന് കേരള പോലീസിനും കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർക്കും എന്നെ അറിയാം. ഓൺലൈൻ സർവീസിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൈവശബ്ദം കേട്ടാണ്. ഞാനത് സൺഡേ പറയൂന്ന് പറഞ്ഞു. എങ്ങും കനത്ത നിശബ്ദത. 23 ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ. പ്ലീസ് എന്നെ ഒരു ദാവൂദോ ഒരു ചോട്ടരാജനോ ആക്കി തന്ന മാത്രം മതി. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. പിടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. വെരി സീരിയസ്. ഞാൻ എന്നോടത്ത് കർത്താവ് സംസാരിച്ചപ്പോൾ ഞാൻ നെടുമ്പാട് വീണു. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. സഭയുടെ കുറ്റം എന്തുണ്ട്, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, ഇവിടെ കാശ് കൊടുക്കരുത്, ഇവിടെ ദശാംശം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വ്യക്തിയോട് എൻ്റെ അടുത്ത് പറയാണ്, ആ മണ്ട ഉപയോഗിച്ചു. ഫ്രോഡ് പണി, ഇന്നസെന്റ് ഫ്രോഡ്, ആർക്കും ഉപദ്രവമില്ലാത്ത ഫ്രോഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്റെ ജനമാണ് അവർ, എൻ്റെ ജനമാണ്, നീ അവരോട് പറയണം, അങ്ങനെ പറയരുത്, അവരിലും അവരുടെ തലമുറയിൽ നിന്നും തിന്മ വിട്ടുമാറുകയില്ല എന്ന് പറയും. ഇത് ദൈവം ഒരു കാര്യം സംസാരിച്ചത് ആ പ്രാർത്ഥനാ മുറിയിൽ അതേ സമയത്ത് മറന്നു പോകാതെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഈ ജനം അനുഗ്രഹിക്കപ്പെടാനാണ്. ഈ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ പ്രവാചകന്മാർ മുന്നറിയിപ്പുകൾ കൊടുക്കും. ആ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരാണ് അടുത്ത ഡേഞ്ചറസ് സോണുകളിലേക്ക് പോയി കയറുന്നത്. സത്യം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഒന്ന് കണ്ണടച്ചേ. ഇതൊരു എന്റെ വാക്കായിരുന്നു, ഞാനിത് ചെയ്യിക്കത്തില്ലായിരുന്നു. ഇത് ദൈവത്തിന്റെ ശബ്ദമായതിനാൽ. ഓ എന്റെ പെങ്ങളെ, സംഗതി പഴയതിൽ ഉഷാറായി. ഇനിയിപ്പം തിരിഞ്ഞു മറിഞ്ഞും എന്നാ കളി വേണേലും കളിക്കാം. പ്രാർത്ഥിച്ചേ. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ക്ഷമ പറയണം. ഏഞ്ചൽസ് ആർ വാച്ചിങ് യു. ദൂതന്മാർ നിന്നെ കാണുന്നു. പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം എന്ന് മനസ്സിൽ ഉരുട്ടോളൂ. ദൈവത്തിന്റെ അഭിഷിക്തൻ ഇത്രയും കോൺഫിഡൻസോടെ പരസ്യമായി ഈ കാര്യം പറഞ്ഞിട്ട് നീ മറുതലിക്കാൻ നിൽക്കുവാണെങ്കിൽ സീരിയസ്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. എനിവേ ഞാൻ പോകുന്നു. ബൈ ബൈ. എന്ത് പറ്റിയതാ? ആ പോയ 3 പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കേട്ടിട്ടില്ലേ? An idea can change your life.